This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവന്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെന്റ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിന്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിന്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തന്റെ സ്വയത്തിന്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിന്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തന്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തന്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്.
ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God. ദൈവജീവന്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവന്റെ തേജസ്. ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിന്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവന്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിന്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവന്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെയും ദൈവ തേജസ്സിന്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവന്റെ തേജസ്സിലേക്കും ഹാർദവുമായ സ്വാഗതം. കഴിഞ്ഞ 73 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപത്തിന്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നിത്യമരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവജീവന്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തന്റെ ജീവന്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യന്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തന്റെ ജീവന്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യന്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്, ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവന്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തന്റെ ജീവന്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തന്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവന്റെ ക്രൂശുമരണം മുഖാന്തരം മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിന്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്ന് അവനെ രക്ഷിച്ചു തന്റെ ജീവനെയും ആത്മാവിനെയും അവന് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ ആത്മാവിലേക്ക് ദൈവജീവനും ദൈവത്തിന്റെ ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിന്റെ മകനാക്കി തീർക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ജീവന്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവന്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്.
വചനം ഒരുവന്റെ അകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വചനം ആത്മാവായി തീരുന്നു, വചനം ജീവനായി തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ദൈവജീവൻ പ്രാപിച്ച് ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിന്റെ മുമ്പാകെ ജീവവൃക്ഷവും ജ്ഞാനത്തിന്റെ വൃക്ഷവും ഉണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തെരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിന്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനത്തിനു വേണ്ടിയാണോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനങ്ങൾക്ക് നാം ഏറെ ശ്രദ്ധ കൊടുക്കണം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠനം ആരംഭിച്ചത്. ദൈവവചനങ്ങൾക്ക് നാം ഏറെ ശ്രദ്ധ കൊടുക്കണം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ആത്മീയ അഭിവൃദ്ധി തരുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മെ വളർത്തിയെടുക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുന്ന, ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിന്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താന്താന്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ സഹായിക്കുന്ന, പാപത്തിന്റെയും ലോകത്തിന്റെയും ജഡത്തിന്റെയും മീതെ ജയം തന്ന് പിശാചിന്റെ സകല പ്രവർത്തനങ്ങളുടെയും മീതെ, തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെയും മീതെ നമ്മെ ജയാളികളാക്കി തീർത്ത് യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുന്ന ദൈവവചനത്തിന് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. ആ വചനങ്ങൾ നിരന്തരമായി വായിക്കണം. അവയെ നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കണം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് താമസം ആരംഭിക്കുവാൻ ഇറങ്ങി വരണം. അത് നമ്മുടെ അകത്ത് ജീവനായി ആത്മാവായി തീരണം. അതിന് വചനം വായിച്ച് വചനത്തിന്റെ ധ്യാനത്തിങ്കിലേക്ക് നാം പ്രവേശിക്കണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിൽ പ്രത്യേകിച്ച് നവയുഗ മതങ്ങൾ നമ്മെ ധ്യാനത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. എന്നാൽ ലോകത്തിന്റെ സംവിധാനത്തിലുള്ള ധ്യാനമല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ധ്യാനം. ലോകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറച്ച് ആ വചനത്തെ രാവും പകലും ധ്യാനിക്കണമെന്നാണ്. ധ്യാനം, മെഡിറ്റേഷൻ എന്ന പദത്തിന് ശുദ്ധ വേദപുസ്തകത്തിന്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഹാഗ എന്ന പദമാണ്. അർത്ഥം ടു തിങ്ക്, ചിന്തിക്കുക, ടു റിഫ്ലക്റ്റ്, പ്രതിഫലിപ്പിക്കുക, ടു മർമർ ആൻഡ് മറ്റർ, ശബ്ദം താഴ്ത്തി അവയെ സംസാരിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവ് ഒരു വചനം നിങ്ങളുടെ ബുദ്ധിയെ തുറന്ന് ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് വചനത്തെ പ്രകാശിപ്പിച്ച് വചനത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും.
നിങ്ങൾ ആ വചനത്തിലേക്ക് മനസ്സൂന്നി ആ വചനത്തെ വീണ്ടും വീണ്ടും വായിക്കുകയാണ്. ആ വചനത്തെ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ ധ്യാനം ആരംഭിക്കുകയാണ്. ക്രമേണ വചനം വേദപുസ്തകത്തിന്റെ താളുകളെ വിട്ട് നമ്മുടെ ഹൃദയത്തിൽ വാസമാരംഭിക്കുവാൻ ഇറങ്ങി വരുന്നു. ഇനി ആ വചനത്തെ രാവും പകലും നമുക്ക് ധ്യാനിക്കാൻ പറ്റും. ആ വചനത്തെ നിങ്ങൾ രാവും പകലും ധ്യാനിക്കുന്നതനുസരിച്ച് അതിൻ്റെ ജീവനും ആത്മാവും നിങ്ങളിലേക്ക് പകരപ്പെടുകയാണ്. നിങ്ങൾ ആ വചനത്തെ അനുഭവിക്കുകയാണ്. ആ വചനത്തിന്റെ ജീവനെയും ആത്മാവിനെയും അനുഭവിക്കുകയാണ്. ക്രമേണ ആ വചനം അതിന്റെ ഫലം നിങ്ങളുടെ അകത്ത് വഹിക്കാൻ തുടങ്ങും. തുടർന്ന് ആ വചനം നിങ്ങളിൽ ജഡമായി തീരും, മാംസമായി തീരും. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നിങ്ങൾ അനുരൂപരാകുകയാണ്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുകയാണ്. സങ്കീർത്തന പുസ്തകങ്ങൾ 1-ാം അധ്യായം 2-ാം വാക്യം വീണ്ടും വായിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതായത് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കാൻ പറ്റുമോ? നിശ്ചയമായി സാധിക്കും. അത് മനുഷ്യന്റെ പ്രയത്നം കൊണ്ടല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് ഒരു വചനം അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഒരു വചനം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ പ്രാപിച്ച വചനത്തെ രാവും പകലും ധ്യാനിക്കുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. നിങ്ങൾ ഈ ലോകത്തിൽ ഏതൊക്കെ ജോലിയിൽ ഏർപ്പെട്ടാലും ഏത് ബിസിനസ് ചെയ്താലും വചനം നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങൾ ആ വചനത്തിന്റെ ധ്യാനത്തിലായിരിക്കും. ആ വചനം നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ചിന്തകളിലൊക്കെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നതിന്റെ അനേകമായ ഫലങ്ങളെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. 3-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവൻ ആറ്റരികത്തു നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അതായത് വെള്ളത്തിനരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതാണ്. അതിൻ്റെ ഇല ഒരിക്കലും വാടിപ്പോകത്തില്ല. ഒരു വൃക്ഷത്തിന്റെ പച്ചപ്പിനും ശ്രേഷ്ഠമേറിയ ഫലങ്ങൾക്കും അടിസ്ഥാനം അതിൻ്റെ വേരുകളാണ്. അതിൻ്റെ വേരുകൾ എവിടെയാണ് ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പച്ചപ്പും ഫലവും ഉണ്ടാകുന്നത്. ഇവിടെ ഒരു വൃക്ഷം വെള്ളത്തിനരികത്താണെങ്കിൽ അത് ധാരാളമായിരിക്കുന്ന ഫലവും പച്ചപ്പും ഉണ്ടാകുകയാണ്. അതിൻ്റെ ഇലകൾ വാടിപ്പോകുന്നില്ല. ഒരു മനുഷ്യൻ ദൈവവചനത്തിൽ വേരൂന്നിയാൽ, ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കുന്നവനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഏറെ ഫലമുണ്ടാകും. അവന് വീഴ്ചയ്ക്ക് ഒരു കാരണവുമില്ല. കാരണം അവൻ ജീവിക്കുന്നത് ദൈവവചനത്തിലാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ.
അവനിൽ വേരൂന്നുക, യേശു ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞിരിക്കുക. ഒരു വൃക്ഷം ആഴത്തിൽ മണ്ണിലേക്ക് വേരൂന്നി ഉറച്ചു നിന്ന് ഫലം കായ്ക്കുന്നത് പോലെ ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിൽ വേരൂന്നണം. അവന്റെ വചനത്തിൽ വേരൂന്നണമെന്നാണ്. എത്രത്തോളം നിങ്ങൾ വചനത്തിലേക്ക് വേരൂന്നുവോ അത്രയും ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം തുടങ്ങി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കർത്താവ് പറയുകയാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അതായത് ഒരുവൻ യേശു ക്രിസ്തുവിൽ വസിക്കുന്നെങ്കിൽ മാത്രമേ അവനിൽ ഫലമുണ്ടാകുകയുള്ളൂ. എങ്ങനെയാണ് ഒരുവൻ യേശുവിൽ വസിക്കുന്നത്? അവന്റെ വചനത്തിൽ വസിക്കുമ്പോഴാണ്, വചനത്തിൽ വേരൂന്നുമ്പോഴാണ്, രാവും പകലും വചനം ധ്യാനിക്കുമ്പോഴാണ്. 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം പറയുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുന്നു. അതായത് ഒരുവൻ യേശുക്രിസ്തുവിൽ വസിച്ചാൽ, യേശുക്രിസ്തു അവനിൽ വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലരും യേശുക്രിസ്തുവിൽ വാസം ചെയ്യുകയാണ്. യേശുക്രിസ്തു അവരിലും വാസം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഫലം കായ്ക്കണമെങ്കിൽ അവർ ദൈവത്തിന്റെ വചനത്തിൽ വസിക്കുവാൻ തുടങ്ങണം. അതായത് വചനം അവരിൽ വസിക്കുവാൻ തുടങ്ങണം. വചനത്തിന്റെ ധ്യാനത്തിലൂടെയാണ് ഒരുവനിൽ വചനം ഫലം വഹിക്കുവാൻ തുടങ്ങുന്നത്, ക്രിസ്തു അവനിൽ വാസം ആരംഭിക്കുന്നത്. 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. യേശുക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തു നമ്മിൽ വസിക്കുക എന്നതിൻ്റെ ശരിയായ അർത്ഥമാണ് 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, യേശു കർത്താവിന്റെ വചനം നമ്മിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, നിങ്ങൾക്കത് ലഭ്യമാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ വചനത്തിന് ഏറെ പ്രാധാന്യം കൊടുത്ത, ദൈവത്തിന്റെ വചനം നിരന്തരമായി വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച്, വചനത്തെ പ്രകാശിപ്പിച്ച്, വചനം നമുക്ക് വെളിപ്പെടുത്തി തരും. ആ വചനം നമ്മുടെ അകത്ത് വന്നാൽ അതിൻ്റെ ജീവനെയും ആത്മാവിനെയും നാം അനുഭവിക്കും. നാം വചനത്തിൽ വാസം ആരംഭിച്ചു, വചനം നമ്മിൽ വാസം ആരംഭിച്ചു. അങ്ങനെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഫലമുണ്ടാകും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ.